ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. രാജ്യത്തെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിൽ പരാതി നൽകാൻ ഇനി ആധുനിക സാങ്കേതിക വിദ്യകൾ തുണയാകും. ഉപഭോക്താവ് നേരിട്ട് കമ്മീഷനിൽ എത്താതെ തന്നെ പ്രശ്നപരിഹാരം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് രാജ്യത്തെ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾ കൂടുതൽ ആധുനികമാകുന്നത്. ഏപ്രിൽ അവസാനത്തോടെ രാജ്യത്തെ എല്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളും ഓൺലൈനാകും. പിന്നെ ഉപഭോക്താക്കൾക്ക് പരാതികളിൽ വീട്ടിലിരുന്ന് തെളിവ് നൽകാം, ഹിയറിംഗിൽ പങ്കെടുക്കാം, വിധിയും ഓൺലൈനിൽ ലഭിക്കും. ഒരു വീട്ടമ്മയ്ക്ക് അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഫ്രിഡ്ജിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെയോ പരാതികൾ ഓൺലൈനിലായി സമർപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തെളിവെടുപ്പ് നടത്തുകയും ഹിയറിംഗ് നടത്തുകയും ഓൺലൈനിൽ തന്നെ വിധി ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഇത് വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് സമയബന്ധിതമായി നീതി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിലൂടെ കൈവരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാരാണ് ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം നൽകുന്നത്. എല്ലാ കമ്മീഷനുകളിലും സംവിധാനങ്ങൾ ഏതാണ്ട് തയ്യാറായി വരുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രായോഗികമാകുന്നതോടെ പരാതികളുടെ എണ്ണം കൂടുമെന്നാണ് കരുതുന്നത്. കാലതാമസമില്ലാതെ പരിഹാരവും പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.